ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ 30 ദിവസം ജയിലിൽ അടച്ചാൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മന്ത്രിമാരെ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ബില്ല്, 3 ബില്ലുകൾ ലോക്സഭ പാസ്സാക്കിയതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളാണ് ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിപക്ഷം, അതായത് ഇന്ത്യ അലയൻസിൻ്റെ സഖ്യകക്ഷികൾ പാർലമെൻറ്റിൽ വലിയ കോലാഹലത്തോടെ ബില്ലിനെ എതിർത്തു. അത് കീറി എറിയും എന്ന് വരെ അവർ പറഞ്ഞിരുന്നു. ബില്ല് ചർച്ച ചെയ്യാൻ ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി JPC രൂപീകരിക്കാൻ പാർലമെന്റ് തീരുമാനിച്ചു. എന്തായാലും ബില്ലിനെതിരെ ഒരു വശത്ത് പ്രതിപക്ഷം, മറുവശത്ത് എതിർപ്പ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ബില്ലിനെ അതിശയിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് ഇന്ത്യ അലയൻസിലെ സഖ്യകക്ഷികൾ പാർലമെന്റിൽ ബില്ലിനെ ശക്തമായി എതിർത്തപ്പോൾ മറുവശത്ത് സഖ്യത്തിലെ ചില സഖ്യകക്ഷികൾ ബില്ലിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ചർച്ച ചെയ്യുന്നതിനായി രൂപീകരിച്ച JPCയിൽ ചേരുന്ന വിഷയത്തിൽ ഇന്ത്യ അലയൻസിൽ ആഭ്യന്തര വ്യത്യാസങ്ങളുണ്ട്. അതായത് ഈ പ്രതിപക്ഷത്തിൽ തന്നെ ഇതിൽ 2 അഭിപ്രായമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പാർലമെന്റിൽ ബില്ലിനെ എതിർത്ത സഖ്യത്തിലെ സഖ്യകക്ഷികൾ JPCയിൽ ചേരാൻ മടിക്കുന്നു. അങ്ങനെ ബില്ലിനെ ചൊല്ലി പ്രതിപക്ഷത്തിൻ്റെ ആഭ്യന്തര സംഘർഷം കാരണം BJPക്ക് 2 കൈകളിലും ഇപ്പോൾ ലഡു പൊട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ലഡു വിതരണം ചെയ്യാനുള്ള വകുപ്പുണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. JPCക്ക് മുമ്പാകെ ബിൽ ചർച്ച ചെയ്യുന്നതിനെ ചൊല്ലി പ്രതിപക്ഷ ആഭ്യന്തര വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും JPCയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം TMCക്കും ആം ആദ്മി പാർട്ടിക്കും JPCയിൽ പങ്കെടുക്കാൻ വ്യക്തമായി അവർ വിസമ്മതിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, സമാജ്വാദി പാർട്ടിയും ശിവസേനയും UBTയും JPC വിഷയത്തിൽ നിന്ന് പിന്മാറിയതായി, അതായത് ഇതിൽ ചേരാൻ ഞങ്ങൾ പിന്മാറുകയാണ് എന്നവർ പറഞ്ഞിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷത്ത് തന്നെ ഇപ്പോൾ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ആൾക്കാരുടെ നിര ഉയർന്നു വരികയാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, JPCയിൽ BJP അംഗങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ ഇപ്പോഴും അതിൽ പങ്കാളികളാവും. ബില്ലിനെതിരെ എതിർപ്പുകൾ ഉന്നയിക്കുന്നതിനൊപ്പം പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനാൽ JPC വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. ബില്ലിനെക്കുറിച്ച് തയ്യാറാകുന്ന JPC റിപ്പോർട്ടിൽ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കൂടി ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.